വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ മുമ്പ് യു കെയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തു. സോ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് നമുക്ക് 12 മാസം യു കെയിൽ ഉപയോഗിക്കാവുന്നതാണ്. അത് ഇൻ്റർനാഷണലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോപ്പർ നമ്മുടെ ഒരു വാലിഡ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. അത് പിന്നെ ചില രാജ്യങ്ങളിലെ ലൈസൻസുകൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ UAE ആണെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സാംബിയ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ലൈസൻസുകൾ നമുക്ക് UK ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് എക്സാമോ കാര്യങ്ങളോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു UK ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 തരത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്ന് ഓൺലൈൻ ത്രൂ, ഒന്ന് ഓഫ്ലൈൻ ത്രൂ. അതായത് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് പ്രൊവിഷണൽ ലൈസൻസിനാണ്. പ്രൊവിഷണൽ ലൈസൻസ് എന്ന ഒരു കാർഡ് ബേസ്ഡ് ലൈസൻസ് ആണ്. അത് വെച്ചാണ് നമ്മൾ ഫർദർ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഓഫ്ലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്തത്. ബിക്കോസ് ഞാൻ UK വന്നിട്ട് 180 ഡേയ്സിന് മുമ്പാണ് അപ്ലൈ ചെയ്തത്. അപ്പം ഞാൻ ഓൺലൈൻ പോർട്ടലിൽ കൂടെ പോയപ്പോൾ 180 ഡേയ്സ് ആയോ കൺട്രിയിൽ വന്നിട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോ കൊടുത്തു. അപ്പം എനിക്ക് ഫർദർ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു. സോ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്നും D1 ഫോം മേടിച്ചു. D1 ഫോം പ്രൊഫഷണൽ ലൈസൻസിനുള്ള ഫോമാണ്. അത് ഫ്രീ ആണ്. ഇതുപോലൊരു ഫോമാണ് വരുന്നത്. ഇതിനകത്ത് നമ്മുടെ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ എന്നാണ് ഇവിടെ എത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കണം. നെക്സ്റ്റ് പേജിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ചോദിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ നമ്മുടെ ഡിക്ലറേഷൻ ഉണ്ട്. ഇവിടെ ഒരു വൈറ്റ് കോളം ഉണ്ട്. ആ വൈറ്റ് കോളത്തിൽ നമ്മൾ സൈൻ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇവിടെ ഫോട്ടോ ഒട്ടിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ഈ ഫോട്ടോ ഒട്ടിക്കുമ്പോഴത്തേക്കിനും ഈ സ്പേസ് നമ്മൾ പീൽ ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പീൽ ചെയ്തിട്ട് ഈ ഫോട്ടോയുടെ ഫേസ് ഇങ്ങോട്ടേക്കാക്കി, അതായത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഫോട്ടോയുടെ ഫേസ് ആയിരിക്കും കാണുന്നത്. ആ രീതി വേണം ഒട്ടിക്കാനായിട്ട്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫുൾ ഇൻസ്ട്രക്ഷൻ ഈ പേജിലുണ്ടായിരിക്കും. അത് നോക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. ബാക്ക് സൈഡിൽ നമുക്ക് ഫീസും അതുപോലെ തന്നെ ഏത് അഡ്രസ്സിലേക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത്, അഡ്രസ്സിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഇത് പ്രൊഫഷണൽ ലൈസൻസിൽ നമുക്ക് ഓൺലൈൻ ത്രൂ ആണെങ്കിൽ 34 പൗണ്ടും ഓഫ്ലൈൻ ആണെങ്കിൽ 43 പൗണ്ടും ആയിരിക്കും ഉള്ളത്. അപ്പം അതും കൂടെ പേ ചെയ്ത് വേണം നമ്മൾ അപ്ലൈ ചെയ്യാണ്ട്. പിന്നെ ഇത് അയക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരു ID പ്രൂഫ്, അതായത് നമ്മൾ ഒരു ID പ്രൂഫ് ഉണ്ടെന്ന് നമ്മൾ അവിടെ ടിക്ക് ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തു, അതിൻ്റെ നമ്പറൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പേജിൽ. അതനുസരിച്ച് ഞാൻ എൻ്റെ BRP ആണ് ഇതിൻ്റെ കൊടുത്തത്. BRPയും ഈ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷനും കൂടെ നമ്മൾ പോസ്റ്റൽ ത്രൂ തന്നെ അയച്ചു കൊടുക്കുകയാണ്. ഒരു പോസ്റ്റേജ് ഫീസ് ഉണ്ടായിരിക്കും. ഞാൻ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റിലാണ് അയച്ചത്. അപ്പം കാരണം ഒരു അക്നോളജ്മെൻറ്റ് നമുക്ക് കിട്ടും. നമ്മുടെ BRP അതിനകത്തുള്ളതുകൊണ്ട് ഇത് മിസ്സായി പോകരുതല്ലോ. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഒരു 2 to 3 വീക്സിനുള്ളിൽ തന്നെ നമുക്ക് പ്രൊഫഷണൽ ലൈസൻസ് കിട്ടും. അപ്പോൾ ആ പ്രൊഫഷണൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിയറി ടെസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. തിയറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ബേസ്ഡ് എക്സാം ആണ്. അതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, ഹസാർഡ് പെർസെപ്ഷനും ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. അതിനകത്ത് 43 മാർക്ക് വേണം പാസ്സാവണമെങ്കിൽ. ഹസാർഡ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് മൗസ് ക്ലിക്ക് കൊണ്ട് നമ്മൾ ഹസാർഡിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാണ് വേണ്ടത്. അതിന് 44 മാർക്ക് വേണം പാസ്സാവണമെങ്കിൽ ഔട്ട് ഓഫ് 75. അപ്പം അതിന് അൺലിമിറ്റഡ് ചാൻസസ് ആണുള്ളത്. നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാവുന്നതാണ്. അതുപോലെ ആ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് DVLയുടെ സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യാം. 23 പൗണ്ടാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്, ഓൺലൈൻ എക്സാമിനുള്ള ഫീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ഒരുപാട് സെൻറ്ററുകൾ എല്ലായിടത്തും ഉണ്ട്. അത്ര പ്രശ്നമില്ലാതെ നമുക്ക് ഡേറ്റും കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ തിയറി എക്സാമിന് നമുക്ക് എന്നിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി ഒരുപാട് ആപ്പുകളുണ്ട്. ഞാൻ 4-in-1 കിറ്റ് ആപ്പ് ഉപയോഗിച്ചാണ് പഠിച്ചത്. അതിനകത്ത് ഏകദേശം ഒരു 1000-1200 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. പല സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. 4.99 ആയിരുന്നു ഞാൻ വാങ്ങിച്ച സമയത്ത് പർച്ചേസ് ചെയ്തപ്പെട്ട പൈസ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് ഞാനൊരു 4-5 തവണയൊക്കെ ഞാൻ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ചെയ്തത്. 1 hour എക്സാം ആണ്. ആ എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും, ജയിച്ചോ തോറ്റോ എന്നുള്ളത്. അതൊരു പേപ്പറായിട്ട് തരും. ആ പേപ്പർ നിങ്ങൾ മിസ് ചെയ്യരുത്. ബിക്കോസ് അതിനകത്തൊരു റെഫറൻസ് നമ്പർ ഉണ്ട്. ആ റെഫറൻസ് നമ്പർ നമുക്ക് പിന്നീട് ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് ആ പേപ്പർ മിസ് ചെയ്യരുത്. പിന്നീട് നമുക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ പോയി പഠിക്കാം. അല്ല നിങ്ങൾ എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് എക്സാമിന് വേണ്ടി, പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം പ്രാക്ടിക്കൽ എക്സാമിന് ഇപ്പം ഡേറ്റ് കിട്ടാണ്ട്, സ്ലോട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. DVLയുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എസ്പെഷ്യലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു മിഡ് നൈറ്റ് ടൈമിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കൂടുതൽ
ആരുടെയെങ്കിലും ക്യാൻസലേഷനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു രാത്രി 12 മണിക്കും ഒരു വെളുപ്പിന് 4 മണിക്കുള്ള ഇടയിലൊക്കെയാണ് ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സ്ലോട്ട് കിട്ടുന്നത്. പ്രാക്ടിക്കൽ നമ്മൾ ഒരു ഇൻസ്ട്രക്ടറുടെ അടുത്ത് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. പെർ അവർ എന്ന് പറയുന്നത് ഒരു 39 to 40 പൗണ്ടാണ് പെർ അവർ മേടിക്കുന്നത്. ഞാൻ അത്രയും കൊടുത്താണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഇനി നമ്മൾ എക്സാമിന് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഫീസുണ്ട്. എക്സാം ഫീസ് നമ്മൾ കൊടുക്കണം. അതിപ്പം DVLയുടെ സൈറ്റിൽ കൂടെ ആണെങ്കിൽ അങ്ങനെ, അല്ലാതെ ഏജൻസികളൊക്കെ ഇപ്പോൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഏജൻസി ത്രൂ ആണ് നമുക്ക് സ്ലോട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ എക്സാമിന് നമുക്ക് ഫീസുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻസ്ട്രക്ടറുടെ കാറാണ് അന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു 30 പൗണ്ട് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് വാങ്ങിയിരുന്നു. അപ്പം പ്രൊഫഷണൽ ലൈസൻസിന് നമ്മൾ 43 പൗണ്ട് കൊടുത്തു, തിയറി എക്സാമിന് 23 പൗണ്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ പൈസയുണ്ട്. അതുപോലെ ഇൻഷുറൻസിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. സ്ലോട്ട് കിട്ടി നമ്മൾ ഡ്രൈവിംഗ് എക്സാമിന് പോകുന്നതെന്ന് ഈ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കാൻ മറക്കരുത്. ബിക്കോസ് അതില്ലെങ്കിൽ നമ്മളെ എക്സാം എഴുതിപ്പിക്കത്തില്ല. ഞാൻ ഇൻസ്ട്രക്ടറുടെ കാർ തന്നെയാണ് ഉപയോഗിച്ചത്. ചിലർ സ്വന്തം വണ്ടിക്കും പോകാറുണ്ട്. അപ്പം മേക്ക് ഷുവർ ചെയ്യുക അതിന് MOT ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, വണ്ടി പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പോകാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഡ്രൈവിംഗ് എക്സാമിനറുടെ ഓഫീസിൽ നമ്മൾ ചെല്ലുന്നു. അവർ നമ്മുടെ പേര് വിളിക്കുന്നു. നമ്മൾ പ്രൊഫഷണൽ ലൈസൻസ് കാണിക്കുന്നു. അപ്പോൾ അവരവരുടെ ടാബിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഇമെയിൽ IDയും കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മളോട് പറയുന്നു. നമ്മൾ അവരുടെ ടാബിൽ നോക്കി ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം സൈൻ ചെയ്യാൻ പറയുന്നു. നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് തന്നെ ടാബിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളോട് ചോദിക്കും ആരെങ്കിലും കൂടെ വരാൻ താല്പര്യമുണ്ടോ, മീൻസ് ഇൻസ്ട്രക്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും കൂടെ കമ്പാനിയനായിട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും കൂട്ടാം, ഇല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞ് പോകാം. അപ്പം അതിനുശേഷം നമ്മൾ എക്സാം സെൻറ്ററിൽ നിന്ന് എക്സാമിനറും നമ്മളും മാത്രമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. കമ്പാനിയനുണ്ടെങ്കിൽ കമ്പാനിയനും കൂടെ വരുന്നു. അതിനുശേഷം വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ വരുന്നു. നമ്മുടെ വണ്ടി ഏതാണെന്ന് ചോദിക്കുന്നു. നമ്മൾ വണ്ടി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ തന്നെ പുള്ളി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ചൂണ്ടിയിട്ട് പറയും, അതൊന്ന് റീഡ് ചെയ്യാൻ പറയും. ബിക്കോസ് നമ്മുടെ ഐസൈറ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം നേരെ നമ്മൾ വണ്ടിക്ക് അടുത്തേക്ക് വരുന്നു. വണ്ടി കയറുന്നതിന് മുമ്പ് തന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എൻജിൻ ഓയിൽ എവിടെയാണ്, ബാറ്ററി എവിടെയാണ്, ഡിപ്സ്റ്റിക്ക് കാണിച്ചു തരുമോ, അല്ലെ മീൻസ് അത് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, ചൂണ്ടിക്കാണിക്കാൻ എന്നോട് പറഞ്ഞുള്ളൂ. അതിൻ്റെ ഉപയോഗം എന്താണ്, അങ്ങനത്തെ 1-2 കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു കാറിലേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു. വണ്ടി സ്റ്റാർട്ട് ചെയ്യണ്ട, കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം എക്സാമിനർ വണ്ടിക്ക് ചുറ്റും നടന്ന് ടയറൊക്കെ ഓക്കെ ആണെന്നൊക്കെ നോക്കി വണ്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കിയതിന് ശേഷം പുള്ളി നമ്മുടെ തൊട്ടപ്പുറത്ത് വന്നിരിക്കും. അതിനുശേഷം നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരികയാണ്. അതായത് ഫസ്റ്റ് എന്നോട് പറഞ്ഞു വണ്ടി ഞാൻ പറയുമ്പോൾ മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു 20 മിനിറ്റ്സ് സെൽഫ് ഡ്രൈവ് ആണ് എന്ന് പറഞ്ഞാൽ ടോം എന്ന് പറഞ്ഞാൽ, അതായത് നാവിഗേഷൻ വെച്ചിട്ടുള്ള ഡ്രൈവിംഗ് ആയിരിക്കും 20 മിനിറ്റ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നാവിഗേഷൻ ഓഫ് ചെയ്യും. എന്നിട്ട് എക്സാമിനർ പറയുന്ന റൂട്ടിൽ കൂടെ പോകണമെന്ന് പറയും. ലെഫ്റ്റോ റൈറ്റോ എന്താണെന്നുള്ളത് പുള്ളി പറയും, അതിനനുസരിച്ച് പോകണം. ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഗോ എഹെഡ് ആയിരിക്കും, മുന്നോട്ട് തന്നെ പോവുക. എന്നോട് ചോദിക്കണ്ട എടുത്ത് പോകണോ വലത്ത് പോകണോ എന്നൊന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ സിഗ്നലുകളൊക്കെ നമ്മൾ നോക്കണം. പുള്ളി ഒന്നും പറഞ്ഞു തരില്ല. വേറൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, വേറൊന്നും സംസാരിക്കില്ല അവർ. ബിക്കോസ് അവരുടെ കയ്യിൽ വീഡിയോ ആൻഡ് ഓഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ട്, അവരുടെ പോക്കറ്റിലുണ്ട്. അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അപ്പം ജസ്റ്റ് അവർ പറയുന്നതനുസരിച്ച് വളരെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും പറയും. വണ്ടി ഓടിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളോട് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നതായിരിക്കും. അതായത് ഷോ മീ ടെൽ മീ ക്വസ്റ്റ്യൻസ് എന്നാണ് അതിന് പൊതുവെ പറയുന്നത്. സോ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു. എപ്പോഴും പറയും, നമ്മളെ ഭയങ്കര റിലാക്സ് ചെയ്യുന്ന രീതിയിലായിരിക്കും എപ്പോഴും പറയുന്നത്. ബിക്കോസ് വെൻ യു ആർ റെഡി യു ക്യാൻ സ്റ്റാർട്ട് എന്ന് പറയും. അപ്പോൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും. അപ്പം എന്നോട് അങ്ങനെ പറഞ്ഞു. എന്നോട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു ഹെഡ് റീസ്ട്രെയിൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അതിനുള്ള ആൻസർ ഞാൻ കൊടുത്തു. അതിനുശേഷം എക്സാം സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്ക് ഒരു 200 മീറ്റർ വന്നപ്പോൾ തന്നെ പുൾ ഓവർ ടു ലെഫ്റ്റ് പറഞ്ഞു. അപ്പം ഞാൻ ലെഫ്റ്റിൽ മേക്ക് ഷുവർ ചെയ്യുക, ഇൻഡിക്കേറ്റർ ഇട്ട് മിറർ നോക്കി വേണം നമ്മൾ പുൾ ഓവർ ചെയ്യാണ്ട് ലെഫ്റ്റിലേക്ക്. അതിനുശേഷം പുള്ളിയെ ടോം സെറ്റ് ചെയ്ത് തന്നു.
അതായത് നാവിഗേഷൻ സെറ്റ് ചെയ്ത് തന്നു. ആ നാവിഗേഷനെ ബേസ് ചെയ്ത് 20 മിനിറ്റ്സ് നമ്മൾ പോകണം. നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം സിഗ്നൽ, റോഡ് മാർക്കിങ്, റോഡ് സൈൻസ് എല്ലാം നമ്മൾ നോക്കണം. അതുപോലെ മിറർ, അതായത് സെൻട്രൽ മിററും സൈഡ് മിറേഴ്സും എല്ലാം. സെൻട്രൽ മിററിലേക്ക് ഒരു എന്താ പറയുക, ഒരു 10 സെക്കൻഡ്സ് കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണോടിച്ച് നോക്കണം. കാരണം പുള്ളിക്ക് നന്നായിട്ട് അവിടുന്ന് മിററൊക്കെ സൈഡിലുള്ളതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റും, നന്നായിട്ട് അവർ വാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ സെൻട്രൽ മിറർ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ബാക്കിലത്തെ വണ്ടി വരുന്നത് നമ്മൾ കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഒരു 20 മിനിറ്റ്സ് സെൽഫ് ഡ്രൈവ് ആയിരുന്നു. അതിനോടൊപ്പം എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഹോൺ അടിക്കാൻ പറഞ്ഞു. അതുപോലെ ബ്രേക്ക് ഓക്കെ ആണോന്ന് എങ്ങനെയാണ് അറിയുന്നത്, ബ്രേക്കിൽ ചവിട്ടുമ്പോൾ ബ്രേക്ക് ഓക്കെ ആണെന്ന് എങ്ങനെ അറിയും, ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെ അറിയും, അതുപോലെ ഫ്രണ്ട് ഗ്ലാസ് വാഷ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് പോകുന്ന വഴിക്ക് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആൻസർ ചെയ്തു. അപ്പോൾ ഇതിന് എല്ലാത്തിനും ഒന്നും ആൻസർ ചെയ്തില്ലെങ്കിലും തോറ്റു പോവില്ല. ബിക്കോസ് നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ലാണ് അവർ നോക്കുന്നത്. 20 മിനിറ്റിന് ശേഷം ടോം ഓഫ് ചെയ്തു. അതിനുശേഷം പുള്ളി പറഞ്ഞു ഞാൻ പറയുന്ന രീതിയിൽ ഇനി മുന്നോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു. സോ അവരൊരു വഴി നമുക്ക് പറഞ്ഞു തരും. ആ വഴിയെ നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഫൈനൽ നമ്മൾ എക്സാം സെൻറ്ററിൽ തന്നെ തിരിച്ചു വരും. ടോട്ടൽ ഒരു ഒരു 40-45 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് എക്സാം സെൻറ്ററിൽ വരും. നമ്മൾ എക്സാം പാസ്സായെന്നുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ കാറിലിരുത്തി നമുക്ക് എല്ലാം അവരുടെ ഐപാഡിൽ തന്നെ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരും. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരുന്നതായിരിക്കും. അതിനർത്ഥം നമ്മൾ പാസ്സായെന്നാണ്. ഇത് കിട്ടി ഒരു 3-4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇനി ഇൻ കേസ് നമ്മൾ തോറ്റു പോയെന്നുണ്ടെങ്കിൽ അവർ പറയും അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ അൺസക്സസ്ഫുൾ ആണ്, നെക്സ്റ്റ് ടൈം വീണ്ടും ട്രൈ ചെയ്യാൻ പറയും. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുകയാണെങ്കിൽ അവരെപ്പോഴും അവർ ഐപാഡിൽ ടച്ച് ചെയ്യുന്ന കാണാം. ടച്ച് ചെയ്തതിനർത്ഥം നമുക്ക് എന്തെങ്കിലും മൈനർ മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ മേജർ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പം മേക്ക് ഷുവർ ചെയ്യുക നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡ് മാർക്കിംഗ് നോക്കുന്നുണ്ട്, റോഡ് സൈൻസ് നോക്കുന്നുണ്ട്, സൈൻ ബോർഡുകൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിറർ മസ്റ്റാണ്. ഒരു 6 പോയിന്റ് ചെക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പുൾ ഓവർ ചെയ്തിട്ട് എടുക്കുമ്പോഴും എപ്പോഴും ഇൻഡിക്കേറ്റർ ഇടുക. പുൾ ഓവർ ലെഫ്റ്റ് പറയും, പുൾ ഓവർ റൈറ്റ് പറയും. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് പാരലൽ പാർക്കിംഗ് ഉണ്ടായിരുന്നു, അത് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് പാർക്കിങ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് വീണ്ടും ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ മേക്ക് ഷുവർ ചെയ്യുക ആ ലൈനുള്ളിൽ തന്നെ നമ്മൾ കയറുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ശരിക്കും എക്സാം ഭയങ്കര കൂളായിട്ട് പോയാൽ മതി. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷോ മീ ടെൽ മീ ക്വസ്റ്റ്യൻസ് പഠിക്കുക, പിന്നെ പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അത് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ എക്സാം, ഡ്രൈവിംഗ് എക്സാം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.